അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. സഹോദരരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കട്ടെ. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കരുത്ത മൂർച്ച വിളിച്ചോതുന്ന തൻ്റെ ഈമാനിക ആവേശം യുദ്ധപാഠവും കണ്ട് മുസ്ലിങ്ങൾക്ക് കിട്ടാക്കനിയായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ സുൽത്താൻ മുഹമ്മദിൻ്റെ കഥ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കരയുടെ കപ്പലോട് ചെയ്യുക. അതെ, കരയിലൂടെ കപ്പലോട് ചെയ്യുക. ബിസ്മില്ലാഹിർ ഹംദും സലാത്തും വസ്സലാമു ചൊല്ലി അഹ്ലൻ നിറച്ചരിത കിസ്സയായി തുടങ്ങി നീരചരിത മണ്ണിൽ തിരുഫാത്തിഹിന്റെ കണ്ണിൽ വീരശൗര്യവിന്റെ നിറയായി പൊലിഞ്ഞ വീരചരിത മണ്ണിൽ തിരുഫാത്തിഹിന്റെ കണ്ണിൽ വീരശൗര്യവിന്റെ നിറയായി പൊലിഞ്ഞ ശാന്ത സുന്ദരമായ അറേബ്യൻ മണൽത്തരി, അവിടെ പവിത്രമായ പ്രവാചകന്റെ മദീനത്തുൻ നബവി വിളക്കുമാടത്തിന് ചുറ്റും ഈയാപ്പാറ്റകളെ പോലെ പ്രവാചകന് ചുറ്റും ഇരിക്കുന്ന സഹാബി അധ്യന്മാർ. പെട്ടെന്ന് അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ മനോഹരമായ ഒരു പ്രഖ്യാപനം നടത്തി. നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. അത് കീഴടക്കുന്ന സൈന്യാധിപൻ ഏറ്റവും ഉത്തമനും അത് കീഴടക്കുന്ന സൈന്യം ഏറ്റവും മികച്ചതുമായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് ആവേശം പകർന്ന് പ്രഖ്യാപനം കേട്ട് സഹാബിമാർ സംശയത്തോടെ പരസ്പരം നോക്കി. ആരായിരിക്കും ആദ്യ സൈന്യാധിപൻ? മുആവിയ ബിൻ അബീ സുഫിയാനുള്ള ഭരണാധിപന്മാർ തങ്ങളാകണം. പ്രവചനം പുലർത്തുന്ന ആഗ്രഹത്തോടെ പല തവണ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രവചനം പുലരാൻ ഹിജ്റയുടെ 9-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു. ആ ദൗത്യത്തിൽ ചുക്കാൻ പിടിക്കാൻ പുതിയൊരു ഇതിഹാസത്തിന് ജന്മം നൽകി. ഇസ്ലാമിക പോരാട്ടയിലെ ജ്വലിക്കുന്ന താരമായി മാറിയ ആ ധീര യോദ്ധാവ് ആരാണെന്നല്ലേ? മുത്തുറസൂലിന്റെ വാക്കുകളായി സുൽത്താൻ മുഹമ്മദില മുത്തുറസൂലിന്റെ വാക്കുകളോട് ഹക്കിന്റെ ചാരയായി ധീരരൂപമായി സുൽത്താൻ മുഹമ്മദില ഇവൻ ജനങ്ങളെ ഹിജ്റ 835 മനോഹരമായ പ്രഭാതം. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കടിഞ്ഞൊടുന്ന സുൽത്താൻ മുറാദിന്റെ കൊട്ടാരത്തെ ആനന്ദ ദിനമാണ്. രാജാവിനും രാജ്ഞിക്കും സുന്ദരനായ ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു. ചിത്ര സമൂഹത്തെ ഇസ്ലാമിന്റെ കുടക്കീഴിൽ ഒരുമിച്ച അവർക്ക് നവാഗ്ദാനത്തിന്റെ പാത വെട്ടി തെളിയിച്ച പ്രവാചകന്റെ നാമം തന്നെ മകൻ നൽകി. മുഹമ്മദ്. ബാലനായ മുഹമ്മദ് മതവിജ്ഞാനത്തിനും യുദ്ധമുഖങ്ങളിലും അഗാധമായ പ്രാവീണ്യം നേർത്തു. പ്രവാചകൻ വായിച്ച ആ ഉന്നതനായ സൈന്യാധിപൻ താങ്കളാകാമെന്ന് അദ്ദേഹത്തെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുകയും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണ ചങ്കുവരുകയും ചെയ്തു. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുചൂർക്കും ഈമാനിക ആവശ്യം തോന്നുന്നുണ്ട് സുൽത്താന് മുമ്പിൽ. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു. മുസ്ലിം ഭരണാധികാരിക്ക് കിട്ടാനെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ അരയും തലയും മുറുക്കി കത്തിട്ടെറിഞ്ഞ സുൽത്താനുണ്ട് വലിയ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. സർവനിരീക്ഷിതരായ 2 ലക്ഷം സൈനികർ, 100 പടക്കപ്പലുകൾ, കൂറ്റൻ പീരങ്കികളുമായി സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര തിരിഞ്ഞു. നഗരത്തെ സംരക്ഷിച്ചിരുന്ന കൂറ്റൻ കോട്ട 40 ദിവസം നിരോധിച്ചെങ്കിലും ഫലമുണ്ടില്ല. വെള്ളത്താൽ രക്ഷപ്പെട്ട കോട്ടകത്തേക്ക് കപ്പലുകൾ പ്രവേശിക്കാൻ
നിർത്താതിരിക്കാൻ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചതിനാൽ മുസ്ലിം ജനത്തിന് അവിടെ എത്താനായില്ല. എന്നാൽ ഇമാന്റെ അഹലുകളായ സുൽത്താന്റെ സൈന്യം ഇന്നേറെ ചരിത്രം പോലും ഉദ്ദേശിച്ചില്ലാത്ത ആ സാഹസിക അധ്യക്ഷത്തിന് തയ്യാറാവുകയാണ്. എന്താണത്? പ്രവാചകൻ പ്രാപിച്ചതുപോലെ ശക്തിയായ മനുഷ്യന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ തന്റെ മുൻഗാമികൾ തോറ്റ് പിന്മാറിയെടുത്ത് തനിക്ക് വിജയിക്കണം. അദ്ദേഹത്തിന്റെ ഗുരുവനായ ഷേഖ് ഷംസുദ്ദീൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാനിന്റെയും ജഹാദിന്റെയും ആവേശം നിറച്ചു. പ്രവാചകൻ വായിച്ച ആ താങ്കളാകാവുന്ന ആവേശത്തിനു മുമ്പിൽ കാലം പോലും പകർപ്പോയി. സുബ്ഹാനല്ലാഹ്. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുക്കും ഈമാനിൽ ആവേശമുണ്ട് സുൽത്താന് മുമ്പിൽ. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിളിക്ക് അടക്കാൻ 10 ലക്ഷം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിം ഭരണാധികാരിക്ക് കിട്ടാനായി കോൺസ്റ്റാന്റിനോപ്പിൾ കേൾക്കാൻ അടിയന്തരമുർക്ക് കച്ചവടം സുൽത്താനുള്ളിൽ വലിയ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. ഭരണ വിദൂഷിതരായ 2 ലക്ഷം സൈനികർ, 100 പടക്കപ്പലുകൾ, കൂറ്റൻ പീരങ്കികളുമായി സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര തിരിഞ്ഞു. നഗരത്തെ സംരക്ഷിച്ചിരുന്ന കൂറ്റൻ കോട്ട 40 ദിവസം നിരോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പത്താൽ ചുറ്റപ്പെട്ട കോട്ടയത്തേക്ക് കപ്പലുകൾ പ്രവേശിക്കാതിരിക്കാൻ ചങ്ങലകൾ കണ്ട് ബന്ധിപ്പിച്ചിരുന്നാൽ മുസ്ലിം സൈന്യത്തിന് അവിടേക്ക് എത്താനായില്ല. എന്നാൽ ഇമാന്റെ അഹലുകളായ സുൽത്താന്റെ സൈന്യം ഇന്നേറെ ചരിത്രങ്ങളിൽ ഉദ്ദേശിച്ചിട്ടില്ലാത്ത സാഹസിക അധ്യക്ഷത്തിന് തയ്യാറാകാൻ. ഇതാണത്. കോട്ടകത്താക്കും തിങ്കളെന്നാലും കരകപ്പലുകൾ നിൽക്കും ഇന്നെന്നാലും അടിയിലും പടവെട്ടും പടിവടിയിലും പടവെട്ടും പടിപടിവടികളിൽ പടവെട്ടും കൂടാൻ മുമ്പിൽ മണം പിടിയാതെ കടം പിടിയും തിരി ഇസത്തിയൊരു തേരാട്ടം. മുമ്പിൽ മണം പിടിയാതെ കടം പിടിയും തിരി ഇസത്തിയൊരു തേരാട്ടം. അതെ, കോട്ടയത്തെ കടക്കാൻ സുൽത്താൻ മുമ്പിൽ ഒരൊറ്റ മാർഗമുണ്ടായിരുന്നുള്ളൂ. 3 മൈലോളം 100 പടക്കപ്പലുകൾ തള്ളി നീക്കി കോട്ട എത്തിയ ഇന്നാളെ ഒരു ഭരണാധികാരി പോലും ചിന്തിക്കുന്നൊന്നും ചെയ്യാത്ത അസാധ്യമായ കാലം. പ്രവാചകനായ സൈന്യാധിപൻ സംഘാഗമന ആവേശത്തിനുണ്ട്. കാലം പോലും പകർപ്പോയി. സുബ്ഹാനല്ലാഹ്. നെയ്യും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ രാത്രിയിൽ ആ പച്ച മനുഷ്യർ 100 പടക്കപ്പലുകൾ തള്ളി നീക്കി കോട്ട എത്തിയ സുൽത്താനിന്റെ സൈന്യത്തിന് ആക്രമണം ചെയ്തു. മറുപടിയില്ലാതായ ശത്രുക്കൾ കിടക്കുന്ന ആ സമുദ്ര തീരത്തെ പൊളിക്കുന്ന തക്ബീറുകൾ മുഴങ്ങി. അങ്ങനെ 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അതേ സാക്ഷിയായി കണ്ട അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ
മുഹമ്മദ് അൽ ഫാത്തിഹ വായിച്ചിപ്പാടി ആ മഹാന്റെ ചരിത്രം നമുക്ക് മുമ്പിൽ ഒരു ഊർജ്ജമാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.